എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്താ പറയുക, പെരിന്തൽമണ്ണ എനിക്ക് ഫെമിലിയർ അല്ലാത്തൊരു പ്ലേസ് അല്ല. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യണ, എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ നജീബ് ഖാനെ ഒരുപാടായിട്ട് കാണണം, മീറ്റ് ചെയ്യണം. ഞങ്ങൾ ഒന്ന് രണ്ട് ഫംഗ്ഷനിൽ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഉദ്ഘാടനത്തിന് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെന്നല്ലാണ്ട് നജീബ് ഖാ നടത്തുന്ന ഒരു പരിപാടിയിൽ എന്തെങ്കിലും കൂടണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അത് ഇന്ന് നടന്നു. അപ്പൊ അത് ഇത്രയും നല്ലൊരു ഫംഗ്ഷൻ ആയതില് ഒരുപാട് കുട്ടികളുടെ സ്വപ്നം പൂവണിഞ്ഞൊരു ദിവസത്തില് ഇന്നിവിടെ അതിഥിയായി എത്താൻ പറ്റിയതിൽ അതിയായ സന്തോഷം. ഒരുപാട് പാരൻസിന്, ഒരുപാട് ഉമ്മമാർക്കും ഉപ്പമാർക്കും അത്രയും സന്തോഷമുള്ളൊരു ദിവസത്തില് നിങ്ങളൊക്കെ കൂടെ കൂടാൻ പറ്റിയതില് അതിയായ സന്തോഷം. പിന്നെന്താ, ഞാനിങ്ങനെ ഇത്ര വലിയ പരിപാടിക്ക്, കലക്ടറൊന്നും വരുന്ന പരിപാടിക്കൊക്കെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് പോണത്. അപ്പൊ അതാണ് ഇവരൊക്കെ പറഞ്ഞത് ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഇറങ്ങരുത്, എനിക്ക് പേടിയാവും. കാരണം ഇപ്പൊ ഞങ്ങളെ ഷോസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്റ്റേജും ഇതൊക്കെ ആയിട്ട് നമ്മളെ തന്നെ പരിപാടി. പക്ഷെ അങ്ങനത്തെ ഒരു ഫോർമൽ പരിപാടിക്ക് പോകുമ്പോൾ അതിൻ്റെതായ രീതികളുണ്ടല്ലോ. അപ്പൊ എന്തായാലും എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത കുട്ടികളാണ്. പിന്നെ അങ്ങനെ 10 എല്ലാവർക്കും കിട്ടും. പിന്നെ പ്ലസ് ടുവിൽ എത്തുമ്പോൾ കുറച്ച് ആൾക്കാർക്കാണ് കിട്ടിപ്പോലെ. എൻ്റെ അനിയനൊക്കെ അതിൽ പെട്ടവരാണ്. 10 ഫുൾ A+ ഒക്കെ കിട്ടി മാസമായി നടന്നു. പക്ഷെ കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഫുൾ A+ ഇല്ലാത്തൊരു വ്യക്തി ഞാൻ മാത്രമാണ്. എൻ്റെ 2 അനിയന്മാർക്കും ഫുൾ A+ ഒക്കെ കിട്ടി. ഉപ്പാന്റെ ആഗ്രഹങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെ ഉപ്പന്റെയും ഉമ്മന്റെയും ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പഠിച്ച ആൾക്കാരാണ് 2 അനിയന്മാരും. അപ്പൊ ഞാനാണ് അതിലില്ലാത്ത ഒരാൾ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, നല്ല കുട്ടികളായിട്ട് വളരുക. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ ഈ ഒരു അച്ചീവ്മെന്റ് നിങ്ങളുടെ ഭാവിയിലുള്ള ഒരുപാട് ഡ്രീംസ് ഉള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ നജീബ് ഖാന്റെ IAS അക്കാഡമി ഉണ്ട്. അവിടെ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം 109 കുട്ടികള്, മൊത്തം 109 കുട്ടികളാണ് അവിടുന്ന് വിജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 14 ആള് സിവിൽ സർവീസിലേക്ക് കയറുകയും ചെയ്തു. അപ്പൊ അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. മറ്റ് ഏത് നാടുകളിലും ഞാൻ കാണാത്ത തരത്തിലുള്ള ഒരു കൾച്ചർ, അതായത് എഡ്യൂക്കേഷൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കൾച്ചർ ഞാൻ കാണുന്ന സ്ഥലമാണ് പെരിന്തൽമണ്ണ. നമ്മളെപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ടൗൺ. ഇപ്പോൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളൊക്കെ എല്ലാവരും നോക്കുമ്പോൾ ഞങ്ങളോടൊക്കെ ആൾക്കാർ വന്ന് എപ്പോഴും സംസാരിക്കും, ഇന്ന ബിസിനസ് തുടങ്ങാം. അപ്പൊ ഇവര് പറയുന്ന, പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് തുടങ്ങാം, കൊച്ചി തുടങ്ങാം, ഗുണം ഉണ്ടാവും എന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ അടുത്ത് ഞാൻ കൂടുതൽ കേട്ടു വന്ന പേരാണ് പെരിന്തൽമണ്ണ തുടങ്ങുക എന്നുള്ളൊരു കാര്യം. അപ്പൊ അത്രയും വളരുന്നൊരു ടൗൺ ആണ് പെരിന്തൽമണ്ണ എന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാടാണ്. ഈ നാടിനും ഇന്നും ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അപ്പോൾ നിങ്ങളൊക്കെയാണ് ഇവിടുന്ന് ഭാവിയിൽ വളർന്നു വരാനുള്ളത്. ഈ ഫുൾ A+ പ്ലസ് ടുക്കാരൊക്കെ വിചാരിച്ചാലാണ് ഇനി ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ മേലെ വികസനങ്ങളും കാര്യങ്ങളൊക്കെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പൊ അതിന് ചുക്കാൻ പിടിക്കുന്ന നജീബ് ഖാക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നും നാട് ഇതുപോലെ നന്നായിരിക്കട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ. വിദ്യാഭ്യാസ മേഖലയിലും വികസന മേഖലയിലും ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ. എങ്ങനെയാണോ ഇങ്ങനത്തെ ഒരു സ്പീച്ചൊക്കെ എനിക്ക് പറയാൻ പറ്റണം? അതൊന്നും പ്രിപ്പയർ ചെയ്ത് വന്നല്ല. ഞാൻ എൻ്റെ മൈൻഡിലുള്ളതൊക്കെ അതിന് മുമ്പുള്ളതൊക്കെ ആലോചിച്ച് ഇങ്ങനെ കൊണ്ടുവന്നാണ്. പിന്നെന്താ, താങ്ക്സ് എല്ലാവരോടും. വേറെ ഞാൻ എന്താ പറയാ, ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം 10ാം ക്ലാസ്സുകാർക്ക്. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ മാത്രം വിദ്യാഭ്യാസമുള്ള ആളല്ല. പക്ഷെ ഞാൻ ഒരു ടീച്ചറായിരുന്നു. ഞാൻ TTC ഒക്കെ പഠിച്ച് കേട്ടറ്റൊക്കെ 99 മാർക്ക് കിട്ടി പാസ്സായി. ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു അധ്യാപകനായിരുന്നു ഞാൻ. അതിൽ നിന്നാണ് ഞാൻ റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ ഇന്റേതായ ഇഷ്ടത്തിന്റെ പിന്നല്ല നടക്കുന്നത്. അപ്പൊ മാഷായിരുന്നല്ലോ, എനിക്കറിയില്ല കേട്ടോ. അതിന് സത്യത്തില് മാഷായിരുന്നു അല്ലേ? കുട്ടിയൊക്കെ അറിയണ്ടാവും. അതായത് അല്ല, നിങ്ങൾ എപ്പോഴും ഒരു കുട്ടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. താങ്ക് യു. അപ്പോ എനിക്ക് തോന്നുന്നു 2018 ഞാൻ പ്ലസ് ടു കഴിഞ്ഞ്. അപ്പൊ എന്റെ ഉപ്പയും ഉമ്മയും ടീച്ചേഴ്സാണ്. ഇവർക്ക് എങ്ങനെ പോയാലും ഞാൻ ടീച്ചിങ്ങിലല്ലാണ്ട്, അതെല്ലാ പാരന്റ്സിനും ഉള്ളതാണ്. എന്താണോ ഇത് കുറെ ആയിട്ടുള്ള ഒരു താവഴിയാണ് ഈ സംഭവമൊക്കെ. അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം എന്താണോ പാരന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി, അത് സേഫ് ആയിട്ടുള്ളൊരു ജോലിയാണെങ്കിൽ അതിലേക്ക് തന്നെ കുട്ടികളെ എത്തിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന പാരന്റ്സ് ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ കുറച്ചായിട്ടാണ് കുറെ പാരന്റ്സ് ഒക്കെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് ജെൻസി കിഡ്സിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്
അവരുടെ കരിയറൊക്കെ തീരുമാനിക്കാൻ അവർക്ക് തന്നെ ആക്സസ് കൊടുക്കുന്നത്. അപ്പൊ ആ ആക്സസ് നല്ല രീതിയിൽ എല്ലാവരും മുതലെടുത്ത് ആ ഒരു കരിയറിൽ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കരിയറിൽ വിജയം വരിച്ച് കാണിക്കുക. പാരന്റ്സിന്റെ മുന്നിൽ നല്ല കുട്ടികളായിട്ട് ഇരിക്കുക. പാരന്റ്സിനും സമൂഹത്തിനും ഗുണമുള്ള രീതിയിൽ നല്ല കുട്ടികളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.